യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് ഒരുക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ടോക്സിക്കിന്റെ റിലീസ് വീണ്ടും നീട്ടി. ജൂൺ 4 റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ചിത്രമാണ് നീട്ടിവെച്ചത്. യാഷിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ടോക്സിക്കിനായി ആരാധകർ കുറച്ചധികം കാത്തിരിക്കേണ്ടി വരും. സിനിമാ കോളിൽ നിന്നുള്ള ശക്തമായ സ്വീകരണത്തെ തുടർന്ന് ആഗോളതലത്തിൽ കൂടുതൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിനായി ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്ന സിനിമയുടെ റിലീസ് ജൂൺ 4 നിന്ന് മാറ്റിവെച്ചതായി നിർമ്മാതാക്കളായ കെവിൻ പ്രൊഡക്ഷൻസും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും അറിയിച്ചു. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ചിത്രം ആഗോളതലത്തിൽ വിപുലമായ റിലീസ് ചെയ്യാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. യാഷിനൊപ്പം നയൻതാര, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത, താര സുതാരിയ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. യാഷും ഗീതു മോഹൻദാസും ചേർന്ന് രചിച്ച ചിത്രത്തിന്റെ നിർമ്മാണം കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ ഒരേ സമയം നടന്നിരുന്നു. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്ത പതിപ്പുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഗീതു മോഹൻദാസ് ആണ് ചിത്രത്തിന്റെ സംവിധാനം. നേരത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ടോക്സിക്കിന്റെ റിലീസ് മാർച്ച് 19 നിന്ന് ജൂൺ 4 മാറ്റുകയായിരുന്നു. ടോക്സിക് 400 കോടി ബജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് കാലതാമസത്തിന് പിന്നിലെ കാരണം വിശദീകരിച്ചുകൊണ്ട് യാഷ് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ചില സിനിമകൾ നമ്മൾ ഉണ്ടാക്കുന്നു, മറ്റു ചിലത് നമ്മൾ സിനിമയെ സ്നേഹിക്കാൻ കാരണമായ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ടോക്സിക് അങ്ങനെയൊരു യാത്രയായിരുന്നു. സിനിമാ കോണിൽ ഞങ്ങളുടെ സിനിമ അവതരിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള വലിയ പ്രതികരണം കാണുകയും ചെയ്തപ്പോൾ ഞങ്ങൾ എപ്പോഴും വിശ്വസിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. ഈ സിനിമയ്ക്ക് ലോകമെമ്പാടും അതിന്റെ പൂർണ്ണമായ സാധ്യതകളിൽ എത്താൻ അർഹതയുണ്ട്. ടോക്സിക് പൂർത്തിയായി നിലവിൽ ഞങ്ങൾ ആഗോളതലത്തിൽ നിന്നുള്ള വിതരണവും പങ്കാളിത്തവും ക്രമീകരിച്ചു വരികയാണ്. ഇതിന്റെ വെളിച്ചത്തിൽ റിലീസ് സമയം പുനഃക്രമീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. മുൻപ് അറിയിച്ചതുപോലെ ജൂൺ 4 റിലീസ് ചെയ്തില്ലെങ്കിലും പിന്നീട് ലോകമെമ്പാടും ഒരുമിച്ച് ഒരേ സമയം റിലീസ് ചെയ്യും. ഉടൻ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് കുറിപ്പ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.